കലശമേന്തി നറുന്നിലാവിൽ കുളിച്ചു നിന്നു. എന്തിനോ ഏതിനോ അറിയാതെ അന്നാ നീലനിശീഥിനി വിതുമ്പി നിന്നു. സന്ധ്യാദേവി സ്വർണ്ണ കലശമേന്തി നറുന്നിലാവിൽ കുളിച്ചു നിന്നു. ആകാശം അമ്പിളിയുടെ രജതമായ കിരണങ്ങൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന ആ രാത്രിയിൽ ചിത്തോടിലെ രാജകൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ റാണി പത്മിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു 12കാരൻ മുഴുതിങ്കൾ ബിംബം തിളങ്ങുന്നൊരാനനം സ്ഥൈര്യത്തിനൊളി തൂകും മിഴികൾ പോലും കിന്നയാം റാണി തൻ അരികിൽ ഗുരു പോലെ നിൽക്കുന്നു തേജസ്വി കോമളാംഗൻ. നിൽക്കുന്നു തേജസ്വി കോമളാംഗൻ. മഹാറാണി, അന്തസ്സുള്ള രജപുത്രന്റെ ചോരയാണ് എൻ്റെ സിരകളിൽ. ആരെന്നെ തടഞ്ഞാലും ആ പത്താന്മാർക്കെതിരെ ഞാൻ ആഞ്ഞടിക്കും. ഞാനൊരു ഭീരുവല്ല, അങ്ങനെ തടയരുത്. പ്രിയമുള്ളവരെ, ഭാരത ചരിത്രത്തിന് രോമാഞ്ചമേകുന്ന ഈ 12കാരൻ്റെ കഥ ഞാൻ അവതരിപ്പിക്കുന്നു. 13ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവ കഥയുടെ പുനരാവിഷ്കരണം ബാദൽ. ചിത്തോടിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ചിന്താമഗ്നനായി രജപുത്ര രാജാവായ ഭീംസിംഗ്. അരികിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി പത്മിനി. മഹാരാജൻ, അങ്ങയുടെ ദുഃഖം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. പ്രഭു, അങ്ങ് എന്നോട് പറയൂ. റാണി പത്മിനി തൻ്റെ പ്രിയതമൻ്റെ മുഖമുയർത്തി തൻ്റെ നെഞ്ചിൽ ചേർത്തു. രജപുത്ര രാജാവിൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണീർ കണങ്ങളെ റാണി തൻ്റെ കരതലം കൊണ്ട് ഒപ്പി. ഛേ, രജപുത്രൻ കരയുന്നു. എന്തു പറ്റി അങ്ങേക്ക്? പറയൂ പ്രഭു. റാണി, നീ ഇവിടെ എൻ്റെ അടുത്തിരിക്കെ. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എൻ്റെ പ്രിയതമയായ നീയാണ്. നീ എനിക്ക് എൻ്റെ ജീവനേക്കാളും വിലപ്പെട്ടതാണ്. പക്ഷേ നീ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് നല്ല തമാശ. റാണി പത്മിനി തൻ്റെ പ്രിയൻ്റെ വായി കരതലം കൊണ്ടടച്ചു. പിന്നെ തൻ്റെ പ്രിയൻ്റെ മടിയിൽ തലചായ്ച്ചു. ആ കണ്ണുകളിൽ നോക്കി പ്രേമാർദ്രയായി പാടി. ജീവന്റെ സ്പന്ദനമുള്ളപ്പോൾ നിന്നെ പിരിഞ്ഞു ഞാൻ പോകയില്ല. എന്നു ഞാനില്ലാതിരിക്കും അന്നല്ലാതെ നിന്നുടെ ഓർമ്മ മരിക്കുകയില്ല. പ്രിയേ, അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം നമ്മുടെ രാജ്യത്തിന് ചുറ്റും പാളയമടിച്ചിരിക്കുകയാണ്. നമുക്കെതിരിടാനാവാത്തവണ്ണം സൈന്യബലം അയാൾക്കുണ്ട്. നമ്മുടെ വിഷമം അതല്ല. ഇന്ന് അലാവുദ്ദീൻ്റെ ഒരു ദൂതൻ നമ്മെ മുഖം കാണിച്ച് സന്ധി ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. പക്ഷേ സന്ധിയിലെ വ്യവസ്ഥ രാജ്യത്തോട് യുദ്ധം ഒഴിവാക്കുന്നതിന് പകരമായി അയാൾക്ക് വേണ്ടത് എൻ്റെ പ്രാണപ്രിയയുടെ സൗന്ദര്യം ദർശിക്കാൻ ഒരു അവസരം മാത്രം. പ്രഭു, ഈശ്വര, ഈ വിപത്തിൽ ഞാൻ എന്താണ് ചെയ്യുക? പ്രിയേ, നിന്റെ മനോവേദന എനിക്കറിയാം. രജപുത്രൻ്റെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന ഈ നിബന്ധനയ്ക്ക് വഴങ്ങുന്നതിലും മരണമാണ് കൂടുതൽ അഭികാമ്യമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ രാജ്യം ആ പത്താന്മാരുടെ കരകളിൽ ഞെരിഞ്ഞമരുന്നത് അതിലേറെ വേദനാജനകമാണ്. അതുകൊണ്ട് ഒരു ദർപ്പണത്തിൽ കൂടി അയാൾക്ക് ദർശനം നൽകാൻ തയ്യാറാണെന്ന് ഞാൻ അറിയിച്ചു. പ്രിയേ, നീ എന്നോട് ക്ഷമിക്കൂ. പാവം റാണി, ഭർത്താവിനെ ദൈവമായി കരുതി ആരാധിച്ചിരുന്ന പ്രാചീന ഭാരതീയ സ്ത്രീ സങ്കല്പത്തിൻ്റെ മൂർത്തിഭാവം
ഹൃദയത്തിൽ അവൾ തേങ്ങി. തേങ്ങിക്കരയും കണ്ണുകളും വിങ്ങുന്ന ഹൃദയവുമായി പാവം ഈശ്വര ധ്യാനത്തിൽ ലയിച്ചിരുന്നു. ഡൽഹിയുടെ ചക്രവർത്തിയായ അലാവുദ്ദീൻ ഖിൽജി എത്ര ആസ്വദിച്ചാലും പുതിയ പൂവുകളിലെ തേൻ എന്നും ഉന്മത്തനാക്കിയിരുന്ന ഒരു വണ്ടിനെ പോലെയായിരുന്നു അയാൾ. കുടിച്ചൊര പൂവിൻ്റെ തേനിനേക്കാളും കുടിക്കാത്ത തേനിൻ്റെ മധുരം നല്ലോ എന്നു ചിന്തിച്ചുള്ള പൂവെല്ലാം തേടുന്ന പൂവമ്പൻ തന്നുടെ അവതാരം തൻ്റെ ആഗ്രഹത്തിനനുസരണം ഭീംസിംഗ് വഴങ്ങിയിരിക്കുന്നുവെന്ന സന്ദേശം ഉൾപ്പുളകത്തോടെയാണ് അലാവുദ്ദീൻ കേട്ടത്. വിഡ്ഢി, കണ്ണാടിയിൽ നിന്ന് ഞാൻ അവളെ സ്വന്തമാക്കില്ലെന്ന് അയാൾ കരുതിയിരിക്കും. അലാവുദ്ദീൻ ആരെന്ന് താമസിയാതെ ആ വിഡ്ഢി മനസ്സിലാക്കിക്കൊള്ളും. ആരെവിടെ? അടിയൻ. ചിത്തോടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ വേഗം നടത്തുക. നമ്മുടെ ഒപ്പം സേനയും പോന്നോട്ടെ. തിരികെ പോരുമ്പോൾ ഭീംസിംഗ് മഹാരാജാവും നമ്മോടൊപ്പം ഉണ്ടാകും, ബന്ദിയായി. കർമ്മവും നീതിയും വിലയില്ലാത്തൊരു പഴങ്കഥയല്ലോ ഈ മുന്നിൽ. സുഖകാംക്ഷയ്ക്കിത് എങ്ങോ കേട്ടൊരു പഴയ പല്ലവിയല്ലോ സത്യം. അലാവുദ്ദീൻ ഭീംസിംഗിന്റെ കൊട്ടാരത്തിലെത്തി. മുൻ നിശ്ചയപ്രകാരം മഹാറാണിയുടെ ദർശനം ഒരു ദർപ്പണത്തിലൂടെ അലാവുദ്ദീന്റെ കണ്ണുകളിലെത്തി. അയാൾ അത്ഭുത സ്തബ്ധനായി. നളിനങ്ങളിവിടെ കൂട്ടമായി വിരിഞ്ഞോ, മൃണാളനാളങ്ങൾ തലചാർത്തിയോ, കുളിർചന്ദനത്തിന്റെ സുഗതമാം സുന്ദര ശീതള ഛായയോ, അപ്സരസോ. ഉള്ളിൽ പൊന്തി വന്ന വികാരങ്ങളെല്ലാം അടക്കിക്കൊണ്ട് വളരെ സമർത്ഥമായി അലാവുദ്ദീൻ ഭീംസിംഗിന്റെ മുമ്പിൽ അഭിനയിച്ചു. സഹോദരത്വേനയുള്ള അലാവുദ്ദീന്റെ വാക്കുകളിൽ പാവം ഭീംസിംഗ് മുങ്ങിപ്പോയി. അലാവുദ്ദീനെ യാത്ര അയക്കാൻ നഗര കവാടത്തിലെത്തിയ ഭീംസിംഗിനെ അലാവുദ്ദീന്റെ സൈന്യം പിടിച്ചുകെട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. തൻ്റെ പ്രിയന്റെ ദുരവസ്ഥയിൽ മനം നൊന്ത് കഴിയുന്ന റാണിയുടെ അടുത്തേക്കാണ് ധീരനായ ബാദൽ കടന്നു വന്നത്. മഹാറാണി, അന്തസ്സുള്ള രജപുത്രന്റെ ചോരയാണ് എൻ്റെ സിരകളിൽ. ആരെന്നെ തടഞ്ഞാലും ആ പത്താന്മാർക്കെതിരെ ഞാൻ ആഞ്ഞടിക്കും. ഞാനൊരു ഭീരുവല്ല, അങ്ങനെ തടയരുത്. ധൈര്യം തുളുമ്പി നിന്ന് അവൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ മഹാറാണി അടിയറവ് പറഞ്ഞു. അലാവുദ്ദീൻ എന്ന അടക്കാനാവാത്ത സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു. ഭീംസിംഗിനെ സ്വതന്ത്രനാക്കാൻ റാണി ഇവിടെ വന്നാൽ മതിയെന്ന് താൻ സന്ദേശം കൊടുത്തയച്ചപ്പോൾ അവൾ ഇത്ര വേഗം അത് സ്വീകരിക്കുമെന്ന് കരുതിയില്ല. അവൾക്ക് ഒരേ ഒരു ആവശ്യം മാത്രം, ഭീംസിംഗിനെ കണ്ടതിന് ശേഷമേ തന്നെ കാണുകയുള്ളൂവെന്ന്. അതിനെന്ത്? ബന്ദിയായ ഭീംസിംഗ് അവളെ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കില്ലല്ലോ. ആരെവിടെ? അടിയൻ. മഹാറാണി പത്മിനിയെയും തോഴിമാരെയും സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? പൂർത്തിയാകുന്നു തിരുമനസേ. വേഗമാവട്ടെ. സ്വപ്നസുന്ദരി എന്റെ ഹൃദയ ചോരി, ആയിരമഴകുള്ള സിന്ദൂര പൊട്ടു തൊട്ട സ്വപ്നസുന്ദരി എന്റെ ഹൃദയ ചോരി. അലാവുദ്ദീൻ തൻ്റെ സ്വപ്നത്തിൻ്റെ തേരിൽ സഞ്ചരിക്കുമ്പോൾ താഴെ രാജ്ഞിയും പരിവാരങ്ങളും എത്തി. ഭീംസിംഗിനെ കാണുവാനുള്ള അപേക്ഷ അംഗീകരിക്കപ്പെട്ടിരുന്നതുകൊണ്ട് പല്ലക്കുകൾ തടവുകാരെ പാർപ്പിച്ചിരുന്നിടത്തേക്ക് നീങ്ങി. അലാവുദ്ദീന്റെ മനസ്സ് തുള്ളിച്ചാടി. മനസ്സിലൻ മോഹങ്ങൾ പീലി നീട്ടി അസുലഭ നിർവൃതിയിൽ നിറഞ്ഞിടുന്നു. ഇതുവരെ അറിയാത്ത അഭിനിവേശത്തിന്റെ ഇതളുകൾ എന്നെ പൊതിഞ്ഞിടുന്നു. ഇതളുകൾ
പീതാംബരി അണിഞ്ഞ തരുണിമണികൾ ബന്ദിയായ ഭീംസിംഗിന്റെ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ അപ്പോൾ മറ്റൊരു രംഗമാണ് അരങ്ങേറിയത്. അഭിമാനത്തിന് മുറിവേറ്റവനെ പോലെ ആ രജപുത്ര സിംഹം അലറി, ഛീ, കടന്നു പോകും എൻ്റെ മുമ്പിൽ നിന്ന്, എനിക്ക് നിന്നെ കാണണ്ട. രജപുത്ര വനിതയുടെ പാരമ്പര്യം കളഞ്ഞു കുളിച്ച് നിന്നെ ഞാൻ വെറുക്കുന്നു. എനിക്ക് നിന്നെ കാണണ്ട. ക്രുദ്ധനായ ഭീംസിംഗിന്റെ മുമ്പിൽ നമ്രശിരസ്കായി നിന്ന സ്ത്രീരൂപം മെല്ലെ മുഖമുയർത്തി തൻ്റെ ഉറയിൽ നിന്നും വാളെടുത്ത് ഭീംസിംഗിന് കൊടുത്തിട്ട് പർദ്ദ വലിച്ചു മാറ്റി. പ്രഭു, ഇത് ഞാനാണ് ബാദൽ, രക്ഷപ്പെടൂ വേഗം. പല്ലക്കുകളിൽ വിശ്രമിച്ചിരുന്ന സ്ത്രീവേഷം കെട്ടിയ യോദ്ധാക്കൾ മിന്നൽ പിണരന്റെ വേഗതയിൽ ആക്രമണം തുടങ്ങി. എന്തു ചെയ്യണമെന്ന പത്താന്മാർ ചിന്തിക്കും മുമ്പേ രാജാങ്കണൻ രക്തപ്പൊടിയായി. രാജാങ്കണം ചുവന്നു ചൂടു ചോരയാൽ കറുണം വാളേന്തി ശിരസറ്റ ജഡങ്ങളും മുറിവേറ്റ് തേങ്ങലും രാജാങ്കണത്തെ ശോകമാക്കി, രാജാങ്കണത്തെ ശോകമാക്കി. രജപുത്ര യോദ്ധാക്കൾ വീരോടെ പൊരുതി മുന്നേറുന്നു. ഭീംസിംഗ് മഹാരാജാവ് വീറും വാശിയും തിരിച്ചു കിട്ടിയ പടക്കുതിരയെ പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്നു. പത്താന്മാർ പിന്തിരിഞ്ഞു. ഭീംസിംഗ് സ്വതന്ത്രനായി. പക്ഷേ ബാദൽ എവിടെ? പത്മവ്യൂഹത്തിൽ അകപ്പെട്ടവനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ പിഞ്ചു ബാലന്റെ ശരീരാവയവങ്ങൾ ഓരോന്നായി അവർ മുറിച്ചു മാറ്റി. വേദന കൊണ്ട് പിടഞ്ഞു മരിക്കവേ അവൻ മന്ത്രിച്ചു, ബാദൽ പേരുമല്ല, പുത്രൻ പേരുമല്ല. റാണി പത്മിനി തല തല്ലിക്കരഞ്ഞു. ഓരോ മാതാവും ഹൃദയമുരുകി കേണു. പറക്കില്ല നിന്നെ ഒരു നാളും പൊന്നെ, മണ്ണിന്റെ സ്പന്ദ